ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് എനിക്കൊരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ട ഒരു വേർഡാണ് ഡിപ്രഷൻ. അപ്പോൾ എന്താണ് ഡിപ്രഷൻ? ജസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഡെഫിനിഷൻ. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആണ്. എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ. നമുക്ക് സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, പിന്നെ നമുക്ക് എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് കുറയുന്നു. അതൊക്കെയാണ് നമുക്ക് ബേസിക് സിംറ്റംസ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാണ്ടും നമുക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇപ്പോൾ നമുക്ക് ഒരു സാധനത്തിനോട് ഇൻട്രസ്റ്റ് തോന്നിയില്ല, പക്ഷെ അത് ഡിപ്രഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഈ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു ചെറിയ വിഷമം പോലും താങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നില്ല. കാരണം ഇപ്പം ഞാൻ ഒരുപാട് കേസസ് ഈ അടുത്ത് കേട്ടു. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോൺ കളിക്കാൻ കൊടുത്തില്ല, ഗെയിം കളിക്കാൻ കൊടുത്തില്ല, അതുകൊണ്ട് കുട്ടി സൂയിസൈഡ് ചെയ്തു. അത് ഡിപ്രഷനാണോ? അല്ല. അങ്ങനത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് ഡിപ്രഷനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. മേ ബി ഇപ്പോൾ ആ കുട്ടി വേറെ കുറേ ടോർച്ചേഴ്സ് കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ച് ആ ഒരു മൈൻഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഫോൺ കൊടുത്തില്ല എന്നുള്ളൊരു കാരണം ആ കുട്ടിയെ ട്രിഗർ ചെയ്തതായിരിക്കാം. അതൊക്കെ ആ കുട്ടി മുൻപ് ഡിപ്രഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ബട്ട് ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഡിപ്രഷനല്ല, അത് വിഷമമാണ്. അവരെനിക്കത് തന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷെ ആ ഒരു ഒറ്റ വിഷമത്തിൻ്റെ പേരിൽ തീർക്കേണ്ടതാണോ നമ്മുടെ ജീവിതം? അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി അതില്ലാത്തവർക്ക് അതിൻ്റെ ഒരു സയൻറ്റിഫിക് പാർട്ട് എന്താ ഡിപ്രഷൻ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ചുമ്മാ പറയല്ല, ഞാൻ കുറേ ആർട്ടിക്കിൾസൊക്കെ വായിച്ച് എനിക്കത് പറയണമെന്ന് തോന്നി കുറച്ച് ബേസിക് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിന് ഫുള്ള് ഇപ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ എഴുതി വെച്ചിട്ട് അതൊക്കെ നോക്കി ഞാനത് പറയാം. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്ലെസ്നെസ്, പെർസിസ്റ്റൻറ്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, പിന്നെ ഇങ്ങനെ വെറുതെ കറിയുക, ഒറ്റയ്ക്ക് ഇരിക്കുക, അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താ? എന്തുകൊണ്ട് ഡിപ്രഷൻ വരാം? അപ്പോൾ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ബയോളജിക്കലായിട്ട് ചില ഫാക്ടേഴ്സ് കാരണം വരാം. എന്താ അതൊക്കെ? നമ്മുടെ ഇംബാലൻസ്, എന്തിൻ്റെ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംബാലൻസ് കാരണം ഡിപ്രഷൻ വരാം. സെറട്ടോണിൻ, ഡോപ്പമിൻ, അതിൻ്റെയൊക്കെ ഇംബാലൻസ് കാരണം നമുക്ക് എന്ത് വരാം? ഡിപ്രഷൻ വരാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം വരാം. അതാണ് എന്താ? പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. അത് ഓരോരുത്തരുടെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്കൊരു കോമൺ ആയിട്ടൊരു സാധനം പറയാൻ പറ്റില്ല. നമുക്ക് മുൻപുണ്ടായ ട്രോമാറ്റിക് ആയ ഇൻസിഡൻസ് കാരണം വരാം, അബ്യൂസ് കാരണം വരാം, മെൻ്റൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് അബ്യൂസ് കാരണം ഉണ്ടാവാം. അല്ലെങ്കിൽ ലോസ്, നഷ്ടം, ആരെങ്കിലും ഒരാളുടെ നഷ്ടം, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം കാരണം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് റീസൺസ്. സൈക്കോളജിക്കൽ റീസൺസ്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഒരു സ്ട്രെസ്ഫുൾ ലൈഫ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടീസ്, ഇതൊക്കെ കാരണം ഉണ്ടാവാം. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, തൈറോയിഡ്, പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, അതൊക്കെ കാരണം നമുക്ക് എന്തുണ്ടാവാം? ഡിപ്രഷൻ ഉണ്ടാവാം. പിന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെൻ്റൽ സ്റ്റേറ്റ് കൈവിട്ട് പോയിട്ടും അങ്ങനെ സംഭവിച്ചു എന്ന് വരാം. പിന്നെ ഇതൊക്കെ എന്താ? ഇത് മേ ലീഡ് ടു സൂയിസൈഡ്. അതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് എ പേഴ്സൺ, ഇപ്പോൾ എനിക്കറിയുന്ന ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അയാളോട് പോയിട്ട് പറയാണ്, മോളെ അല്ലെങ്കിൽ മോനെ, നീക്കറിയല്ലേ, നീ നല്ലതായി ചിന്തിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ചെന്ന് ഇരിക്കുക. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് നോക്കിയിട്ട് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ചെറുതായിട്ട് അവരുടെ ഇൻട്രസ്റ്റിലേക്ക് തിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പം ഡിപ്രഷനുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് അവരെ എന്തിലൊക്കെ കൊണ്ടുവരാമെന്ന് നമുക്ക് കുറേ കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ആക്കാൻ ശ്രമിക്കാം. അവരുടെ സെൽഫ് കെയർ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. സെൽഫ് കെയറിലേക്ക് അവരെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഡെയിലി കുറച്ച് നേരം എക്സസൈസിലേക്ക് അവരെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് കുറച്ച് ബുക്ക് വായിക്കാനോ, അവർക്ക് എന്താണോ ഇഷ്ടം, പെയിൻറ്റിങ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കുറച്ച് പെയിൻറ്റ് ചെയ്യാനോ, ഫിലിം കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആ ഒരു സെറ്റപ്പ് റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ അവരുടെ ഒരു ഏരിയയിൽ അവരെ ഒന്ന് ഹാപ്പി ആക്കി അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഞാൻ അവർ പറയുന്നത് നമ്മളെ ഹേർട്ട് ചെയ്തു തന്നെ ഇരിക്കട്ടെ, ഒന്ന് താഴ്ന്നു കൊടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ മെൻ്റൽ സ്റ്റേറ്റ് ഒന്ന് റെഡിയാക്കിക്കൊണ്ട് നമ്മളൊപ്പം ഉള്ളവർക്ക് ശ്രമിക്കാം. അത് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. അവർക്കൊരു സ്പേസ് കൊടുക്കുകയെങ്കിൽ സ്പേസ് കൊടുക്കുക, പക്ഷെ അവരെ ഒറ്റയ്ക്കാക്കാതിരിക്കുക, അവർക്കൊരു കൂട്ട് കൊടുക്കാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ ഒരു ഫ്യൂ ടൈപ്സ് ഓഫ് ഡിപ്രഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നെയിം ചെയ്ത് പറയാം. മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട്, അതൊരു ക്ലിനിക്കൽ ഡിപ്രഷനാണ്. പെർസിസ്റ്റൻറ്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ഹോപ്പ്ലെസ്നെസ്, അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. ഇതൊരു 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷനാണ്. ഇപ്പോൾ സെക്കൻഡ് ഞാൻ പറയുകയാണെങ്കിൽ പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ, അത് പക്ഷേ ലോങ് ലാസ്റ്റിംഗ് സിംറ്റംസ് കാണിക്കുന്നതാണ്. ഒരു 2 years ഓർ മോർ അതിൻ്റെ സിംറ്റംസ് നമ്മളെ ഇതാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ പറയുന്നത് ബൈപോളർ ഡിസോർഡറാണ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസിസ്റ്റൻറ്റ് ടൈം അല്ല, അത് ഓൾട്ടർനേറ്റീവ് ടൈമാണ്. ചിലപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. അതാണ് ഓൾട്ടർനേറ്റീവ് പീരീഡ് ഓഫ് ഡിപ്രഷനാണിത്. ഇത് നമുക്ക് എന്താ ചെയ്യുക? ചിലപ്പോൾ ഇൻക്രീസ്ഡ് എനർജി തോന്നും, എലവേറ്റഡ് മൂഡ് തോന്നും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലോ ആയിരിക്കും. പിന്നെ ഉള്ളത് സൈക്കോട്ടിക് ഡിപ്രഷൻ, അതാണ് ഹാലൂസിനേഷൻ, ഗിൽറ്റ്, വെർത്ത്ലെസ്നെസ്, ഇതിനെ കൊണ്ടൊന്നിനും പറ്റില്ല, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വരുമ്പോഴാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷനാണ് സൈക്കോട്ടിക് ഡിപ്രഷൻ. പിന്നെ ഉള്ളത് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ,
അത് പിന്നെ നമുക്ക് കുറേ പേർക്ക് കേട്ട് പരിചയം ഉണ്ടാവും. ഒരു സിവിയർ ഫോം ഓഫ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ആണ്. പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഓക്കെ നമുക്ക് മിക്ക ആൾക്കാർക്കുണ്ടോ, അതിൻ്റെ ഒരു സിവിയർ ഫോമാണ് എന്ത്, പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, PMDD. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിൽ കൂടുതലായിട്ടും ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇറിറ്റേറ്റഡ് ആവും അവർ പെട്ടെന്ന്, അതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതല്ലാണ്ടിയും ടൈപ്സ് ഓഫ് ഡിപ്രഷൻസ് ഉണ്ടാവും, ഇതാണ് കോമൺ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സയൻറ്റിഫിക് പാർട്ട് ഇതൊക്കെയാണ് ഉള്ളതെന്ന് പറയുക. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഇല്ലാത്തവർ കൂടി ഡിപ്രഷനാണെന്ന് പറയാൻ ഉള്ളൊരു കൈൻഡ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇപ്പം നമ്മൾ ചുമ്മാ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ശരിക്കും ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും മകൾക്ക് ഡിപ്രഷനാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇത് സത്യമോ ശരിക്കും ഡിപ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടിക്ക് സങ്കടം ആയിക്കോട്ടെ, എന്തായാലും അവർക്കൊരു കൗൺസിലറിൻ്റെ സപ്പോർട്ട് വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലർ അടുത്ത് പോയിട്ട് ആ കുട്ടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ അവർ നമ്മളോട് പറയും ആ കുട്ടി ഏത് സ്റ്റേറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഇൻ കേസ് മെഡിക്കൽ ഹെൽപ്പ് വേണ്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാരുടെ മൈൻഡ് സെറ്റൊക്കെ കുറേയൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പം. പക്ഷേ സ്റ്റിൽ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് ഡിപ്രഷനാണെന്ന് ഒരു കുട്ടി ഒരു പാരൻറ്റിനോട് പറയുന്ന സമയത്ത് ഓക്കെ ആ കുട്ടിയെ നമ്മളെങ്ങാനും കൗൺസിലർ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആ കുട്ടിക്ക് പ്രാന്താന്ന് പറയുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രാന്തല്ല, ഇറ്റ്സ് എ മെൻ്റൽ സ്റ്റേറ്റ്. ആ കുട്ടിക്കൊരു മെൻ്റൽ സപ്പോർട്ട് വേണം. അല്ല അങ്ങനെ സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരാണ് പിന്നെ ഈ സൂയിസൈഡിലേക്കൊക്കെ വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. അപ്പം ആസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആസ് ഫാമിലി ലെറ്റ്സ് ഗിവ് ദം സപ്പോർട്ട്, ലെറ്റ്സ് ഗിവ് ദം മെൻ്റൽ സപ്പോർട്ട്. അവരെ ലോൺലി ആക്കാതെ ശ്രമിക്കുക. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവരെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ നമുക്ക് നോക്കാം. അല്ലാണ്ട് പോയിട്ട് സാറില്ല പോട്ടെ നീ കരയല്ല, നീ എന്തിനെങ്ങനെ കരയണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ വിഷമം ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ മാക്സിമം അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. പക്ഷേ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു പീസ് ഓഫ് മൈൻഡിൽ അവരെ ഹാൻഡിൽ ചെയ്യുക. മെഡിക്കൽ സപ്പോർട്ട് വേണ്ടവർക്ക് നല്ല മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ലെറ്റ്സ് ബ്രിങ് ദം അപ്പ്. ഈ ഒരു ചെറിയ കുറച്ച് കാരണങ്ങൾ കൊണ്ട്, ഒരു ഡിപ്രഷൻ ഉള്ള സ്റ്റേറ്റ് കാരണം കൊണ്ട് അവരുടെ ലൈഫ് എൻഡ് ചെയ്യിക്കേണ്ട രീതിയിൽ എത്തിക്കാതിരിക്കുക. നമ്മൾ കാരണം ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് സന്തോഷമായിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ജീവിക്കട്ടെ. അതിന് വേണ്ട എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്യാം. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്, നമുക്കൊക്കെ നല്ല മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. അപ്പം ലെറ്റ്സ് ഹെൽപ്പ് ദം. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്കൊന്ന് പറയാനുള്ളൂ. ഇത് പറയണമെന്ന് തോന്നി, കാരണം സ്റ്റിൽ ആൾക്കാരുണ്ട് ഡിപ്രഷൻ്റെ പേരിൽ കുട്ടികൾ സങ്കടത്തെ ഡിപ്രഷനായി കാണുന്ന കുട്ടികളുണ്ട്. ബട്ട് റിയലി ഡിപ്രഷൻ ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തവരുണ്ട്. ഇതൊക്കെ കാരണം സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെക്കാൾ കൂടുതൽ ഇത് അറിയേണ്ടത് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ ഒരു ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന കുട്ടിയുടെ കൂടെയുള്ള ആൾക്കാർക്കാണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയേണ്ടത്, അവർക്ക് എന്ത് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണം എന്ന് അറിയേണ്ടത്. അപ്പം ലെറ്റ്സ് ഹെൽപ്പ് ദം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കറക്റ്റ് മീ. All opinions are welcome in the comment section. Bye bye.